എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മാവ് കുഴയ്ക്കുകയും പരുത്തൊന്നും ചെയ്യാതെ തന്നെ കടകളിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിച്ചു കഴിക്കുന്ന ഒരു മിനി പിസയെ സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് വീട്ടിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റും. ഈസി ആയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ അത്യാവശ്യം ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതൊരു 400 ഗ്രാം അളവിൽ എല്ലില്ലാത്ത ചിക്കൻ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ചിക്കൻ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നമ്മളൊന്ന് ഇളക്കിയിട്ടെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ടെടുക്കുക കേട്ടോ. ഒരു 5 മിനിറ്റോളം. അപ്പോൾ ഒരു 5 മിനിറ്റോളം നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിന്റെ പൊടിയാണ് കേട്ടോ. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും പൊടികൾ ചേർത്തിട്ട് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കിയിട്ടെടുക്കുക. പൊടികളുടെ ആ ഒരു പച്ചച്ചുവയൊന്ന് മാറി വരുന്നതിന് വരെ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ അളവിൽ അധികം പുളിയില്ലാത്ത തൈരാണ്. അധികം പുളിയില്ലാത്ത തൈര് തന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്കിത് അടച്ചു വെച്ച് കൊടുത്തിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഇത് കണ്ടില്ല, ചിക്കനിൽ നിന്ന് തന്നെ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങും കേട്ടോ. ഈ ഒരു സമയത്ത് തന്നെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ തുറന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു വെള്ളം ഒന്ന് നന്നായിട്ട് വറ്റിച്ചിട്ടെടുക്കുക. നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയിട്ടെടുക്കണം. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്ത് നന്നായിട്ട് നമ്മളൊന്ന് ഡ്രൈ ആക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇതിവിടെ കണ്ടില്ല, നന്നായിട്ട് തന്നെ നമുക്കിവിടെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു പരിവായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബർഗർ ബണ്ണാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ബണ്ണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബർഗർ ബണ്ണ് തന്നെ നോക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുണ്ട്, ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ വന്നിട്ടുള്ള ബണ്ണാണിത്. ഈ ഓരോ ബണ്ണും എടുത്തിട്ട് ഇതുപോലെ റൗണ്ട് ഒരു പാത്രം വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊരു കുഴി പോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇതുപോലെ ഇത് കണ്ടില്ല, ഇതുപോലെ നന്നായിട്ട് നമ്മൾ നല്ല പോലെ തന്നെ അമർത്തി ഒന്ന് ഒരു കുഴി പോലെ ഒന്ന് ആക്കിയിട്ട് എടുക്കുക. ഇങ്ങനെ എല്ലാത്തിലും തന്നെ നമുക്കൊന്ന് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇങ്ങനെ എല്ലാ ബണ്ണിലും തന്നെ പാത്രം വെച്ച് അമർത്തിയിട്ട് ഞാനൊരു കുഴി പോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം തന്നെ റെഡിയാക്കി എടുത്തതിന് ശേഷം ഒരു ബണ്ണെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇതുപോലെ പിസ്സ സോസാണ്. നമ്മളിതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഒന്നും ഒരിക്കലും എടുക്കരുത്. കറക്റ്റ് നിങ്ങൾക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ പിസ്സ സോസ് തന്നെ വന്നിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. പിസ്സ സോസ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് എടുത്തൊരു പിസ്സ സോസും എടുക്കാം. പിസ്സ സോസ് എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നത് നമ്മുടെ ഒരു പിസ്സയുടെ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ഇതിലേക്ക് നമ്മൾ പിസ്സ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ചീസാണ്. ഇതുപോലെ മൊസറല്ല ചീസ് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇതിലേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോസും ആ ഒരു ചീസും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെച്ച് കൊടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അത് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ചിക്കൻ ഇല്ലേ, ഓരോ ചിക്കൻ കഷ്ണങ്ങൾ ഒരു 5-6 പീസൊക്കെ ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു ചിക്കനും കൂടി ഇതിലേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെജിറ്റബിൾ കട്ട് ചെയ്തതാണ്. ഇതുപോലെ ക്യാപ്സിക്കം ഗ്രീൻ കട്ട് ചെയ്തതും തക്കാളിയുടെ ഒരു വെള്ളവും കുരുവും കളഞ്ഞിട്ട് നല്ല കട്ടിയുള്ള ഒരു ഭാഗം മാത്രം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സവാളയും ഈ ഒരു പരുവത്തിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ്. ഇതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു വെജിറ്റബിൾസും ഞാൻ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഒരു ചീസ് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇതുപോലെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ചെറുതായിട്ട് പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒറിഗാനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ഒറിഗാനയും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുണ്ടല്ലേ, ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം തന്നെ റെഡിയാക്കി എടുത്തതിന് ശേഷം ഇത് ഞാൻ ഓവനിൽ വെച്ചും ബേക്ക് ചെയ്യുന്നുണ്ട്. സാധാരണ നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് എങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നത് ആ ഒരു രീതിയും കാണിക്കുന്നുണ്ട് കേട്ടോ. 2 രീതിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓവന് വെച്ചിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഓവൻ്റെ ട്രെയിൽ ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നേരത്തെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലെല്ലാം തന്നെ ഒരു മുട്ടയുടെ മഞ്ഞ ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. ആ ഒരു മുട്ടയുടെ മഞ്ഞ ഇതുപോലെ നല്ല പോലെ തന്നെ ഒരു കളർ കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു സൈഡിൽ മാത്രം മതി കേട്ടോ. ഇതിൻ്റെ എല്ലാ സൈഡിലും തന്നെ നമുക്കിതുപോലെ മുട്ടയുടെ ഒരു മഞ്ഞയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ.
അപ്പോൾ എല്ലാത്തിലും തന്നെ ഇതുപോലെ ഞാൻ മുട്ടയുടെ ഒരു മഞ്ഞ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈഡിൽ. അപ്പോൾ ഇതിന് നമുക്ക് ഓവനിൽ ബേക്ക് ചെയ്യാനാണെങ്കിൽ ഓവൻ നമ്മളൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. അതിനുശേഷം 180 ഡിഗ്രിയിൽ മുകളിലത്തെയും താഴത്തെയും കോയിൽ ചൂടാകുന്ന ആ ഒരു ഫംഗ്ഷൻ വെച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റ് നമ്മളൊന്ന് ബേക്ക് ചെയ്തിട്ടെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് ഞാൻ ഓവനിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് ഗ്യാസ് അടുപ്പിൽ വെച്ച് ചെയ്യാനാണെങ്കിൽ ഇതുപോലെ ഒരു പ്ലേറ്റിൽ ഞാൻ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഞാനിത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ നന്നായിട്ട് ഒരു മുട്ടയുടെ ഒരു മഞ്ഞ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരുന്നു കേട്ടോ. ഇതുപോലെ നല്ല അടി കട്ടിയുള്ളൊരു പാത്രം എടുക്കുക. ഇതുപോലെ ഈ ഒരു മൂടിയിലും ഒരു ഹോളൊന്നും ഇല്ലാത്തൊരു പാത്രമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അഥവാ നിങ്ങൾ എടുക്കുന്ന മൂടിയിൽ ഹോൾ ഉള്ളതാണെങ്കിൽ എന്തെങ്കിലും ഒരു അലുമിനിയം ഫോയിൽ വെച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. ആവി ഒട്ടും തന്നെ പുറത്തേക്ക് പോകരുത്. ഈ ഒരു പാത്രത്തിലേക്ക് ഇതുപോലൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുത്ത് ഇതൊരു 7-8 മിനിറ്റോളം നമുക്കൊന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചൂടായി കിടക്കുന്ന ഈ ഒരു പാത്രത്തിലേക്ക് നമുക്കിത് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ അടച്ച് വെച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇത് നമ്മളൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഏകദേശം ഒരു 10-15 മിനിറ്റുള്ളിൽ തന്നെ നമുക്ക് ഇതും ബേക്കായി കിട്ടും. ഒരു 10 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ഒന്ന് മൂടി തുറന്നിട്ട് ഇതിലേക്ക് നമുക്ക് സൈഡിലായിട്ട് 1 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുക്കണം. ആ ഒരു വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഈ ഒരു ചട്ടി നല്ല ചൂടായിട്ട് കിടക്കുകയല്ലേ, ആവി ഇങ്ങനെ മുകളിലേക്ക് വന്നിട്ട് ആ ഒരു ചീസ് പെട്ടെന്ന് നമുക്ക് മെൽറ്റ് ആകാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണല്ലോ ഈ ഒരു ഓവനിൽ വെച്ചത് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല, നമ്മൾ ഇതുപോലെ ഗ്യാസ് അടുപ്പിൽ വെച്ചതും ആ ഒരു ഓവനിൽ എങ്ങനെയാണ് നമ്മൾ വെച്ചത് അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓവൻ ഇല്ലെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഓവനിൽ എങ്ങനെയാണ് ചെയ്തിട്ടെടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഗ്യാസ് അടുപ്പിൽ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഈ ഒരു മിനി പിസ്സ എല്ലാം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. കടയിൽ നിന്ന് കിട്ടുന്ന ഒരു കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണായിരിക്കണം ആദ്യം തന്നെ. അതുപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പ് ഒന്നും ഉപയോഗിക്കാതെ പിസ്സ സോസ് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു സെയിം ടേസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു മിനി പിസ്സയ്ക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു മിനി പിസ്സയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്നറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.